അത് അമ്മ നൃത്തം ചെയ്യുമ്പോൾ അതേ വേദിയുടെ ഒരറ്റത്ത് ഒപ്പം ചേർന്ന് 4 വയസ്സുകാരനായ മകൻ. കന്യാകുമാരി സ്വദേശികളായ രാജേഷിൻ്റെയും കാർത്തികയുടെയും മകൻ ആദിശേഷാണ് ഈ വൈറൽ കുട്ടി. നവി മുംബൈ മലയാളികളുടെ സ്നേഹസംഗമവേദി. നൃത്തം അവതരിപ്പിച്ച് അമ്മയും കൂട്ടുകാരും. ആ ചുവടുകൾക്ക് തൊട്ടരികെ ആദിശേഷിന്റെ അപാര നടനം. പാട്ടിലലിഞ്ഞ് ആഘോഷത്തിലമർന്നു 4 വയസ്സുകാരൻ. സദസാകെ ആദിശേഷിലേക്ക് കണ്ണു നട്ടു. കലാമണ്ഡലം രാജലക്ഷ്മിയുടെ ഡാൻസ് സ്കൂളിൽ അമ്മയ്ക്കൊപ്പം ആദിയും പോകാറുണ്ട്. കാർത്തികയുടെ റിഹേഴ്സലിന് ആദി സദാ സാക്ഷി. ഇവരുടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പഠിച്ച് അതെല്ലാം അവിടെ നിന്ന് സ്റ്റേജിന് പുറത്തു നിന്ന് അതേപോലെ കളിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ആദിശേഷിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അന്നത് കുറച്ച് വൈറലായി. അതിനുശേഷം രണ്ടാമതൊരു പ്രോഗ്രാമിൽ വന്നപ്പോൾ അതും പെട്ടെന്ന് ഞങ്ങൾ പിന്നെ അതെല്ലാം മറന്നുപോയി. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ആദിശേഷി വീണ്ടും സദസ്സിൽ നിന്നിട്ട് അതേ ഡാൻസ് മുഴുവനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണികൾ ആരവാണ് സ്റ്റേജിലേക്ക് എടുത്തു വെക്കുന്നതും അതിനൊപ്പം നിന്ന് അത് ഇത്രയും വൈറലായത്. ആദിശേഷ് ഇപ്പോൾ കലാമണ്ഡലം രാജലക്ഷ്മിയുടെ ശിഷ്യനാണ്. ഓരോ ചുവടും അനായാസമാണ് ആദിയുടെ കാലുകൾ പഠിച്ചെടുക്കുന്നത്. നവമാധ്യമങ്ങളിൽ പാറിപ്പറക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ആദിശേഷ് ആദ്യമായല്ല നൃത്തം കൊണ്ട് അമ്പരപ്പിക്കുന്നത്. ഓണാഘോഷത്തിനിടെയും വൈറലായിരുന്നു ഈ കുരുന്ന്. ന്യൂസ് ഡെസ്ക് ജനം. ആദിശേഷ് ഒരു രക്ഷയില്ലല്ലേ? ആദിശേഷാണ് ഇന്ന് നമ്മുടെ വിനോദേ. ആദിശേഷിന്റെ ഈ നൃത്തം കാണുമ്പോൾ എല്ലാവർക്കും കൗതുകം തോന്നും. ഈ പറഞ്ഞ മാതിരി ഇതിങ്ങനെ നവമാധ്യമങ്ങളിൽ പാറിപ്പറന്ന് നടക്കുകയാണ് ഈ ദൃശ്യങ്ങളാകെ. ഈ ദൃശ്യത്തിന്റെ താഴെ വന്ന ഒരു കമന്റ് അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അത് ഒരാൾ പറഞ്ഞത്, ഞാൻ ആ നൃത്തം കണ്ടതേ ഇല്ല, ആദിശേഷിന്റെ ചുവടുകൾ മാത്രമേ കണ്ടുള്ളൂ എന്ന്. അല്ല, അതായത് അപ്പൊ ഇങ്ങനെ കാണാൻ തന്നെ എത്ര ഭംഗിയാണ്. അപ്പൊ ആദിശേഷ് ഇപ്പൊ നമുക്ക് മുമ്പിൽ വന്നാലോ? അതെ, തീർച്ചയായും. അതിഥിയായി വരികയാണ് വൈറൽ കലാകാരൻ ആദിശേഷ്. ആദിശേഷിന്റെ അമ്മ കാർത്തിക, അച്ഛൻ രാജേഷ് എന്നിവർ അതിഥികളായി എത്തുകയാണ്. 3 പേർക്കും സ്വാഗതം. ഒറ്റ ഫ്രെയിമിൽ മധ്യത്ത് ആദിശേഷ്, ഇടത്തും വലത്തുമായി അച്ഛനും അമ്മയും ഉണ്ട്. ആദ്യം മോനെ ഒരു ഉമ്മ വന്നോട്ടെ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ, വിനോദ് പറഞ്ഞ പോലെ ഒരു കമന്റ് വന്നത്, ഞങ്ങൾ ആ നൃത്തം കണ്ടതേ ഇല്ല, അമ്മ പരിഭവിക്കണ്ട, ഞങ്ങൾ ആ നൃത്തം കണ്ടതേ ഇല്ല, ഞങ്ങൾ കണ്ടത് ആദിശേഷിനെയാണ് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഉടുത്തൊരുങ്ങി എത്രയോ ദിവസത്തെ പരിശീലനം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരിടത്ത് നിന്ന് നൃത്തം ചെയ്യുന്നു, അതിനടുത്തേക്ക് കടന്നു വന്ന്. എൻ്റെ സംശയം, അമ്മ അറിഞ്ഞോ ഇങ്ങനെ മകൻ വന്ന് അവിടെ കളിക്കുമെന്ന് അമ്മ അറിഞ്ഞിരുന്നോ? ശ്രദ്ധിച്ചില്ല. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുവട് വെച്ച് കളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറയട്ടെ മോൻ പറയട്ടെ. ഒന്നും തടസ്സപ്പെടുത്തരുത്. കുട്ടികൾ പറയാനുള്ളത് ഉറക്കെ പറയണം, തുറന്നു പറയണം. അവരുടെ സന്തോഷം അതാണ്. എന്താ ആദിശേഷ് എന്താ പറഞ്ഞേ? പറയൂ. മോനെ വ്യക്തമായില്ല. അമ്മയോ അച്ഛനോ എന്നത് പറയാമോ? എന്താ പറഞ്ഞതെന്ന്?
പറഞ്ഞോ. അതിനുശേഷം പറയൂ, അച്ഛൻ പറയൂ, എന്താ മകൻ പറഞ്ഞത്? അമ്മയല്ലേ ആ അമ്മയല്ലേ രണ്ടുപേരല്ലേ ആ രണ്ടുപേരല്ലേ തെറ്റിക്കില്ല. രണ്ടുപേരും എന്നെ തെറ്റിക്കണം എന്നായിരിക്കും പറഞ്ഞല്ലേ. എന്താണോ? ശരി, അപ്പോ അല്ല, അച്ഛൻ പറയുന്നു. ഇവിടെ കുട്ടിയെ ഇവിടെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ കൂടെ അങ്ങ് പോകുന്നത്. ആ ആ അപ്പൊ ഇരുന്ന് ഡാൻസ് ഒക്കെ കണ്ടോണ്ടിരുന്നിട്ട് അതുപോലെ പിന്നെ സ്റ്റേജിൽ അയവൻ നൃത്ത ചുവട് വയ്ക്കുമ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലാവുന്നത് ഇതെല്ലാം പഠിച്ചെടുത്തു എന്ന് നോക്കണം. അല്ല, എനിക്കതിൽ ഏറെ രസകരമായത് അവസാനം കാണിച്ച ഒരു വിഷ്വലാണ്. ഓണാഘോഷത്തില് നൃത്തം ചെയ്തുവല്ലോ സമാനമായിട്ട്. അതാകട്ടെ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് പോലും അല്ല, പക്ഷേ വിഷ്വൽ കാണുമ്പോൾ സ്റ്റേജിലും പുറത്ത് ആദിശേഷ് കാണിക്കുന്നത് ഒരേ ചുവടുകളാണ്. ഈ ആദിശേഷനെ നമ്മൾ നൃത്തം ഇനിയും പഠിപ്പിക്കുന്നുണ്ടോ, കൂടുതൽ പഠിപ്പിക്കുന്നുണ്ടോ? കാരണം ഈ പരിശീലനം കണ്ട് തന്നെ ഇത്ര വളരെ പെട്ടെന്ന് അതേ ചുവടുകൾ സ്വായത്തമാക്കുന്ന ആദിശേഷനെ നൃത്തം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അച്ഛനും അമ്മയും? ഒന്ന് പറയാമോ? അതെ, ഇനി രാജലക്ഷ്മി ടീച്ചറിന്റെ കീഴിൽ നൃത്തം അഭ്യസിക്കാൻ വേണ്ടി വിടണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോ ടീച്ചറിന്റെ മുമ്പിൽ ഇപ്രാവശ്യത്തെ ഇതില് വിജയദശമിക്ക് ടീച്ചറിന്റെ ഒരു ഇത് ചെയ്ത് ഹരിശ്രീ തുടങ്ങിയായിരുന്നു ഇപ്രാവശ്യത്തെ വിജയദശമി. നിങ്ങളുടെ വിശേഷങ്ങൾ കൂടി. കന്യാകുമാരി സ്വദേശികളാണ് രാജേഷും കാർത്തികയും ഒക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് താമസം? രാജേഷ് എന്ത് ജോലി ചെയ്യുന്നു? അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഞാനിവിടെ ന്യൂ ബോംബെയിലാണ്. നവി ബോംബെയിലെ ഞങ്ങളുടെ ഇവിടെ ഉലുവ എന്ന് പറഞ്ഞ പുതിയ എയർപോർട്ട് വരുന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോ ഇവിടെ എല്ലാ സമാജത്തിന്റെ ഇതിന്റെ ഒക്കെ നമ്മുടെ ഇത് വേണ്ട. എനിക്കിവിടെ ഒരു ഷോപ്പുണ്ട്, ഹാർഡ്വെയറിന്റെ ഷോപ്പാണ്, അതാണ് നടത്തുന്നത്. ശരി, ഈ ആദിശേഷ് മറ്റെന്തെങ്കിലും കലാപരിപാടികളിൽ താല്പര്യം കാണിക്കുന്ന ആളാണോ? നൃത്തം മാത്രമാണോ പ്രധാനം? പാടുമോ, വരയ്ക്കുമോ? ഇല്ല, ഡാൻസ് മാത്രമാണ് ഏറ്റവും. ഇപ്പൊ എപ്പോഴും യൂട്യൂബിൽ നോക്കി ഡാൻസ് കളിക്കുകയാണ് എപ്പോഴും അവന്റെ ഒരു വിനോദം. ഇത് കഴിയുമ്പോ എപ്പോഴും വന്നിട്ട് യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് അതിലുള്ള ഏത് ഡാൻസ് വേണമെങ്കിലും ഉടനെ തന്നെ അവൻ കളിച്ചിട്ട് അതേ സ്റ്റെപ്പ് അവൻ വെക്കാറുണ്ട്. അതെ, ഈ പുതിയ കാലത്ത് ഈ അച്ഛനമ്മമാരാണ് തീരുമാനിക്കാറ്. അല്ല, അതായത് മക്കൾ ഏത് വഴിക്ക് പോകണം എന്ന് തീരുമാനിക്കാറെന്നൊരു പരാതിയുണ്ട്. മുമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെയാണോ? ഈ ആദിശേഷ് അവൻ്റെ മികവ് ഡാൻസിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് വളരെ ഗൗരവത്തിലെടുക്കാൻ അവൻ്റെ വഴിക്ക് അവനെ വിടാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും അവന്റെ ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് വിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ, അവർക്ക് താല്പര്യം ഈ കോൽക്കളിയുടെ ചുവടുകളൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് താല്പര്യം. അവർക്ക് ബ്രേക്ക് ഡാൻസ്, അതേപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ താല്പര്യം. പക്ഷേ മോൻ അങ്ങനെയല്ല. അമ്മ അവതരിപ്പിച്ച നൃത്തത്തിന്റെ അതേ ചുവടുകൾ തന്നെ അവതരിപ്പിക്കുന്നു. അപ്പോൾ മോന് ഈ പ്രത്യേക ബ്രേക്ക് ഡാൻസിനോട് പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ഈ ഡാൻസിനോട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മോന് ഈ ബ്രേക്ക് ഡാൻസിലൂടെ ഒന്നും താല്പര്യമില്ല. അവനെല്ലാം ആധ്യാത്മികമായിട്ടുള്ള കൃഷ്ണന്റെ ഗാനങ്ങളും ശിവതാണ്ഡവവും പിന്നെ ദേവിയുടെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂടയ്ക്കാറ്. ബാക്കി ബ്രേക്ക് ഡാൻസ് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അവൻ ഒന്നും ശ്രദ്ധിക്കുന്നത്. അവനെല്ലാം ഇപ്പോ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ ഭക്തിയില് ഉള്ള എല്ലാ ഗാനങ്ങളും ചുവടുവയ്ക്കാറ്. കാർത്തിക, കുറേ നേരമായി വെറുതെ ഇരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ഈ അമ്മയാണല്ലോ ഒരു കാരണം. മകൻ നർത്തകനാണെന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വാട്സാപ്പുകളിലേക്ക് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വൈറലാകുന്ന സമയത്ത് അമ്മയാണ് അതിനൊരു പ്രധാന കാരണം എന്ന് സംശയമില്ല. കാരണം അമ്മയാണല്ലോ മകനെ കൂട്ടിക്കൊണ്ട് പോയത്. മകന്റെ ഈ പ്രകടനത്തിൽ എപ്പോഴെങ്കിലും അമ്പരപ്പ് തോന്നിയിട്ടുണ്ടോ? തോന്നി. ഇങ്ങനെ ചുവടുകൾ വെച്ച് ഗുരുവായൂര് ആദ്യമായിട്ട് ഞാൻ വീട്ടിലെ മക്കളെ രണ്ടുപേരും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം ഗുരുവായൂർ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചേച്ചി വിളിച്ചായിരുന്നു. ഇങ്ങനെ പോയി പ്രോഗ്രാം ചെയ്ത സമയത്ത് പ്രാക്ടീസിനെ ഇവനെയും കൂടെ കൊണ്ടുപോയി ഇതെല്ലാം കണ്ടു പഠിച്ചു. പിന്നെ നമ്മുടെ ഇത് മനസ്സിലാക്കിയത്, നമ്മുടെ ഓണത്തിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേരള സമാജത്തിന്റെ. അപ്പൊ മോൻ താഴെ നിന്ന് പിന്നെ എല്ലാ സ്റ്റെപ്പും കളിക്കുകയായിരുന്നു. നമ്മൾ അമ്പരന്ന് പോയി.
ഈ മകനെ നൃത്തത്തിന്റെ വേഷമൊക്കെ അണിയിച്ച് ഒരു കുഞ്ഞ് നൃത്തം അവതരിപ്പിക്കുന്ന ഒരാളായി നമുക്ക് ഒന്ന് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്നായിരിക്കും അത്? മലയാളികൾക്ക് എന്നത് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും ഉടനെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ രാജേഷ് ടീച്ചറിന്റെ ഇതില് ഉടനെ തന്നെ അവന് അടുത്ത ഒരു നല്ലൊരു സ്റ്റേജില് പ്രോഗ്രാം ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി എടുക്കും. അപ്പോഴേ ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. അതായത് നമ്മളെ അറിയിക്കണം. ഇത് തൽക്കാലത്തേക്ക് കണ്ടു പഠിച്ച് നൃത്തം ചെയ്യുന്ന ആദിശേഷിൽ നിന്ന് ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്ന, ഇപ്പോൾ ആ ചുവടുകൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ആ ചുവടൊക്കെ പഠിച്ച് സമ്പൂർണനായൊരു ആദിശേഷിനെ അപ്പോൾ നമുക്ക് ഉടനെ കാണാം. തീർച്ചയായിട്ടും കാണാം. അപ്പോ ഈ ആദിശേഷ് ഏത് ക്ലാസ്സിലാണ്? മകൻ ചോദിച്ചോണ്ടിരിക്കുക, ഞാൻ കളിക്കട്ടെ. ആദിശേഷന്റെ ഇത് നമ്മൾ സംസാരം അവസാനിപ്പിച്ചിട്ട് ലാസ്റ്റ് ആദിശേഷനെ കളിക്കാൻ പറ്റുന്ന ഒരു 4 ചുവട് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന ഒന്ന് കാണിക്കണം. കാരണം ആദിശേഷ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ചുവട് കാണിക്കുന്നുണ്ട്. ആദിശേഷ് എത്രാം ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത്തരം കാര്യങ്ങൾ കൂടി. സ്കൂള് ആദിശേഷ് ഇപ്പൊ ജൂനിയർ KG-യിലാണ്. ഇവിടെ ലിറ്റിൽ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കേരളത്തിലുള്ള മലയാളികൾ നടത്തുന്ന ഒരു സ്കൂളാണ്. അതിലാണ് ആദിശേഷ് പഠിക്കാൻ പോകുന്നത്. നാട്ടിലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ പരിപാടി? നാട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ നാട്ടില്. ബാക്കി ഞങ്ങളുടെ ഇവിടെ ചേച്ചിമാരൊക്കെ തിരുവനന്തപുരത്തും ചെന്നൈയിലും ഒക്കെയാണ്. രണ്ടുപേരും തമിഴ്നാട്ടിലാണോ വീട്? രണ്ടുപേരുടെയും? അല്ല അല്ല അല്ല, കാർത്തികയുടെ വീട് വന്നിട്ട് വള്ളക്കടവാണ്, തിരുവനന്തപുരത്താണ്. ഞങ്ങളുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ് ഈ വള്ളക്കടവ്. അതെ. അപ്പോ ആദിശേഷ് ഈ പഠിക്കാനൊക്കെ എങ്ങനെയാണ്? പാട്ടുപാടുമോ? സ്കൂളിൽ പോയാലും, അതായത് ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ, ആദിശേഷ് വാട്സാപ്പിൽ നിന്ന് വാട്സാപ്പുകളിലേക്ക് മാത്രം ആ ഫ്രെയിമിലും പാറിപ്പറക്കുകയാണ്. ഒരിടത്തിരിക്കാതെ ആ ഫ്രെയിമിനും അച്ഛനും അമ്മയ്ക്കും പിടികൊടുക്കാതെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ്. അവർ സജീവമായി അവർക്ക് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ശലഭങ്ങളാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ അവരെ വഴിക്ക് വിടുന്നു. അതുകൊണ്ടാണ്, ആ വഴിക്ക് വിടാൻ നിങ്ങൾ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് ഒരു കലാകാരൻ ആദിശേഷിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. ശരിയല്ലേ? അതെ, അവൻ കളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പാട്ട് വെക്കുക, ഇതൊക്കെ. അതെ. അപ്പൊ അച്ഛൻ മൊബൈലിൽ ഒരു പാട്ട് വെച്ച് കൊടുത്താൽ ആദിശേഷൻ 2 ചുവട് കാണിക്കട്ടെ. ആദിശേഷൻ അത് ആ ഡാൻസ് കാണിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ വാർത്ത ഒന്നുകൂടി കണ്ടിട്ട് വന്നാലോ? കാരണം അത്രയ്ക്ക് രസകരമായ ഒരു വാർത്തയാണ്. നിങ്ങൾ അവിടെ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾ ആ വാർത്ത ഒന്നുകൂടി കാണിച്ചിട്ട് വരാം. കാരണം ആ മനോഹരമായ ചുവടുകൾ, അവൻ്റെ താല്പര്യം, അവൻ്റെ മികവ് ഒക്കെ ഒന്നുകൂടി പ്രേക്ഷകർ കണ്ടോട്ടെ. അതായത് അമ്മ നൃത്തം ചെയ്യുമ്പോൾ അതേ വേദിയുടെ ഒരറ്റത്ത് ഒപ്പം ചേർന്ന് ആദിശേഷ് കളിച്ച ആ ചുവടുകൾ ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. അപ്പോഴേക്കും നിങ്ങൾ തയ്യാറായിരിക്കും. നമുക്ക് ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. നവി മുംബൈ മലയാളികളുടെ സ്നേഹസംഗമവേദി. നൃത്തം അവതരിപ്പിച്ച് അമ്മയും കൂട്ടുകാരും. ആ ചുവടുകൾക്ക് തൊട്ടരികെ ആദിശേഷിന്റെ അപാര നടനം. പാട്ടിലലിഞ്ഞ് ആഘോഷത്തിലമർന്നു 4 വയസ്സുകാരൻ. സദസാകെ ആദിശേഷിലേക്ക് കണ്ണു നട്ടു. കലാമണ്ഡലം രാജലക്ഷ്മിയുടെ ഡാൻസ് സ്കൂളിൽ അമ്മയ്ക്കൊപ്പം ആദിയും പോകാറുണ്ട്. കാർത്തികയുടെ റിഹേഴ്സലിന് ആദി സദാ സാക്ഷി. ഇവരുടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പഠിച്ച് അതെല്ലാം അവിടെ നിന്ന് സ്റ്റേജിന് പുറത്തു നിന്ന് അതേപോലെ കളിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ആദിശേഷിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അന്നത് കുറച്ച് വൈറലായി.
കാണികൾ ആരവാണ് സ്റ്റേജിലേക്ക് എടുത്തു വെക്കുന്നതും അതിനൊപ്പം നിന്ന് അത് ഇത്രയും വൈറലായത്. ആദിശേഷ് ഇപ്പോൾ കലാമണ്ഡലം രാജലക്ഷ്മിയുടെ ശിഷ്യനാണ്. ഓരോ ചുവടും അനായാസമാണ് ആദിയുടെ കാലുകൾ പഠിച്ചെടുക്കുന്നത്. നവമാധ്യമങ്ങളിൽ പാറിപ്പറക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ആദിശേഷ് ആദ്യമായല്ല നൃത്തം കൊണ്ട് അമ്പരപ്പിക്കുന്നത്. ഓണാഘോഷത്തിനിടെയും വൈറലായിരുന്നു ഈ കുരുന്ന്. ന്യൂസ് ഡെസ്ക് ജനം. ആദിശേഷ് റെഡിയാണ്. അതെ, നിരവധി പ്രേക്ഷകർ നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ തത്സമയം തന്നെ നിരവധി പ്രേക്ഷകരാണ് യൂട്യൂബിൽ വന്ന് ആദിശേഷിന് മോനെ മിടുക്കനാണ്, നന്നായി ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉഷാ നെല്ലൂര്, രാജേഷ് തുടങ്ങി നിരവധി പ്രേക്ഷകർ. ശരി, അപ്പോഴേ ആദിശേഷ് അവിടെ റെഡിയാണ്. എന്ത് സംഭവിക്കാൻ, ചിലപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകാനും സാധ്യതയാണ്. അപ്പോൾ എന്തും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആദിശേഷിൻ്റെ നൃത്തം തന്നെയാണ്. അപ്പോൾ റെഡി ആദിശേഷ്, 1 2 3 തുടങ്ങിക്കോ. പക്ഷേ മിടുക്കനാണവൻ. ഒരു തടസ്സവുമില്ലാതെ ആ പാട്ട് അവിടെ കളിക്കുന്നുണ്ട്. പക്ഷേ ആ പാട്ട് വ്യക്തമാകുന്നില്ല എന്ന പ്രശ്നമാണ്. നോക്കൂ, ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും. സാധാരണ നമ്മൾ ഈ സൂമിൽ അതിഥികളെ വിളിച്ചിരുത്താറാണ് പതിവ്. ആ ഫ്രെയിമിലേക്ക് ഒരു കൊച്ചു മിടുക്കൻ അവൻ്റെ മികവ് അവതരിപ്പിക്കുന്ന നിമിഷമാണ്. ഫ്രെയിം അതിനുവേണ്ടി തിരിച്ചു വെക്കുന്നു. യെസ്, ആ ഫ്രെയിം അവനിലേക്ക് തിരിച്ചു വയ്ക്കുന്നു, മനോഹരമായി നൃത്തം ചെയ്യുന്നു. പക്ഷെ ആ പാട്ട് കേൾക്കാനാകുന്നില്ലല്ലോ എന്ന ഒരു നിരാശ നമുക്കുണ്ട്, പ്രേക്ഷകർക്കും അതുണ്ടാകും. കാരണം കൊച്ചുമിടുക്കൻ അവന്റെ മികവ് അതവിടെ ആദിശേഷിന്റെ എത്ര ചടുലമായ ചുവടുകളാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ആശങ്കപ്പെട്ടു പോകുന്നു, ആ നിലവിളക്ക് പോലും മറിഞ്ഞു പോകുമോ. പക്ഷെ അതൊന്നുമില്ല, ആ വിളക്കിലൊന്നും തൊടാതെ കൃത്യമായി ആ സ്പേസിൽ നിന്നുകൊണ്ട് കൃത്യമായി ആ ചുവട് വെക്കാൻ ആദിശേഷിന് കഴിയുന്നു. ആദിശേഷിനെ നൃത്തം അഭ്യസിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴും ഏറെ സന്തോഷമുണ്ട്. യെസ്, വളരെ സന്തോഷം. അതെ ആദിശേഷ് മോനെ, എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇനിയും ഏറെ വേദികളിൽ പഠിച്ച് കളിക്കട്ടെ. അതെ, കണ്ടുപഠിച്ചല്ല, പരിശീലിച്ച് തന്നെ അവതരിപ്പിക്കട്ടെ. നൃത്തവേദികളിൽ നിന്ന് കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കട്ടെ, അഭിനന്ദനങ്ങൾ ലഭിക്കട്ടെ. നമുക്ക് വാഗ്ദാനമായി ഒരു ഈ സമ്മാനങ്ങൾ ലഭിക്കട്ടെ എന്നതിനപ്പുറം കൂടുതൽ വേദികളിൽ അവൻ പങ്കെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നതാവും ശരിയെന്ന് തോന്നുന്നു. ഏതായാലും വളർച്ചയുടെ പടവുകളിൽ ഇനിയും ജനം TV-യുടെ ഫ്രെയിമിലേക്ക് നല്ലൊരു നർത്തകനായി, ഒന്നാന്തരം നർത്തകനായി കടന്നു വരാൻ കഴിയട്ടെ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആദിശേഷിനും എല്ലാവിധ ആശംസകളും നേരുന്നു.